ഹലോ എവരി വൺ, MBA ക്ലൗഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MBA അഡ്മിഷൻ 2025, MBA എൻട്രൻസ് എക്സാം 2025. 2025 MBA അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വീഡിയോ സീരീസുകൾ നമ്മൾ ആരംഭിക്കുന്നു. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു. 3-4 പ്രധാനപ്പെട്ട എക്സാംസുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നു ഈ വീഡിയോയിൽ. MBA ക്ലൗഡ് എന്ന ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ MBA ക്ലൗഡ് ഇസ് എൻ എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോം ഫോർ MBA റിലേറ്റഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് കോണ്ടന്റ്. MBA എൻട്രൻസ് എക്സാം മാത്രമല്ല, സബ്ജക്ട് റിലേറ്റഡ് ആയ വീഡിയോസുകളും നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സെമസ്റ്റർ 1 പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസും നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനേജർ എക്കണോമിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അക്കൗണ്ടിങ് തുടങ്ങിയ സബ്ജക്റ്റുകളുടെ വീഡിയോസുകൾ കാണാൻ സാധിക്കും. മറ്റ് സബ്ജക്റ്റ് വീഡിയോസുകൾ കൂടുതൽ നമ്മൾ ഈ സമയങ്ങളിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അഗൈൻ വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ MBA എൻട്രൻസ് 2025. അപ്പോൾ അതിനകത്ത് ബ്രീഫായിട്ട് നമ്മളൊരു 3 എക്സാംസിനെ പറ്റി പറയുന്നു. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്താണ് എക്സാം പാറ്റേൺ, എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏത് പീരീഡിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ കേരളത്തിൽ അഡ്മിഷൻ്റെ കോണ്ടാക്ട്സ് നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ 3 എക്സാമിനെ പറ്റിയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് CAT, മറ്റൊന്ന് CMAT, KMAT. CAT എന്ന് പറയുന്ന എക്സാം നിങ്ങൾ കുറച്ച് പേര് ചിലപ്പോൾ CAT എഴുതിയിട്ടുണ്ടാവും. CATൻ്റെ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. CAT എക്സാം കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നു. ജനുവരി മാസത്തേക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് CAT എക്സാം കഴിഞ്ഞ് പോയത് കൊണ്ട് ഞാൻ CAT എക്സാമിനെ പറ്റി കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. CAT എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ എക്സാമാണ്. IIMs കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. IIM ഉൾപ്പെടെയുള്ള ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പ്രവേശനം നേടാനായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു എക്സാമാണ് CAT. ഇന്ത്യയിലെ തന്നെ മാനേജ്മെൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ MBA എൻട്രൻസ് എക്സാമുള്ള ടഫസ്റ്റ് എക്സാമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു CAT എക്സാം. CAT എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ അഡ്മിഷനും CAT കൺസിഡർ ചെയ്യുന്നുണ്ട്. CAT എഴുതി കേരളത്തിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ വളരെ കുറവാണ്. CAT എഴുതുന്ന വിദ്യാർത്ഥികൾ സാധാരണ IIMsകൾ അല്ലെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെയാണ് സാധാരണ ടാർഗറ്റ് ചെയ്യാറ്. ഇനി CAT സ്കോർ വെച്ചും ടെക്നിക്കലി സാങ്കേതികമായി പറയുകയാണെങ്കിൽ കേരളത്തിലെ MBA ക്യാമ്പസുകളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം. മറ്റ് 2 എക്സാംസാണ് CMAT, KMAT. ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതാൻ സാധ്യതയുള്ള എക്സാം KMAT എക്സാമാണ്. KMAT കേരള എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം കർണാടകയ്ക്ക് മറ്റൊരു KMAT എക്സാം ഉണ്ടുകൊണ്ട് KMAT കേരള എന്ന് ഞാൻ പറയുന്നു. KMAT എക്സാമിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ CMAT എക്സാമിനെ പറ്റി സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക, CMAT ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. CMAT ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ MAT എക്സാമിനെ പറ്റിയും കർണാടക KMATനെ പറ്റിയും ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞു നോക്കാം. സോ KMAT എക്സാമിനേഷൻ. KMAT എന്ന് പറയുന്നത് കേരളത്തിലെ MBA അഡ്മിഷന് വേണ്ടിയുള്ള പ്രവേശന എൻട്രൻസ് എക്സാമാണ്, അഡ്മിഷൻ ടെസ്റ്റാണ്. KMATന് വേണ്ടി ആപ്ലിക്കേഷന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. www.ce.kerala.gov.in ഇതാണ് KMATൻ്റെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ്. കേരള ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന കേരള ഗവൺമെൻറ് ഓഫീസ് ഓഫ് കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ, പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ കാര്യാലയം കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. കേരളത്തിലെ നിരവധി പ്രവേശന പരീക്ഷകൾ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, PG, മെഡിക്കൽ PG എക്സാംസ്, അങ്ങനെ പല ഒരുപാട് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫോറമാണ്, ഒരു ബോഡിയാണ് CE, ഓഫീസ് ഓഫ് കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ. അവർ തന്നെയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം സാധാരണഗതിയിൽ വർഷത്തിൽ 2 തവണയായിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ വർഷം 2025 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ഫസ്റ്റ് KMAT എക്സാമാണ് പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് KMAT എക്സാം വീണ്ടും ഒരു ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലൊക്കെ സംഭവിക്കുക. ഇതാണ് മുൻ വർഷങ്ങളിലെ ഒരു ട്രെൻഡ്. അപ്പോൾ KMATുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നോക്കാം. കേരളത്തിൽ അഡ്മിഷന് KMAT എഴുതാനായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് ബേസിക് എലിജിബിലിറ്റി. ഏജ് റെസ്ട്രിക്ഷൻ പ്രത്യേകിച്ച് പറയുന്നില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസിക് അല്ലെങ്കിൽ മിനിമം 3 ഇയർ എന്നുള്ള ഒരു കാറ്റഗറി പറയുന്നു. അപ്പം 3 വർഷമോ 4 വർഷമോ കേരള കാറ്റഗറിയിലൂടെ ഡിഗ്രി പഠിച്ച ആൾക്കും എഴുതാം. മിനിമം ഒരു മാർക്ക് പറയുന്നുണ്ട്. സാധാരണ KMAT എക്സാം ക്വാളിഫൈഡ് ആകാനായിട്ട് MBA എൻട്രൻസ് എക്സാമിൽ പറയാവുന്ന മാർക്കിന് 10% മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 10% മാർക്ക് എഴുതി ആണ് ക്വാളിഫൈഡ് ആകേണ്ടത്. അഗെയിൻ എൻട്രൻസ് എഴുതാനായിട്ട് ഡിഗ്രിക്ക് ഇത്ര മിനിമം മാർക്ക് വേണം എന്ന് പ്രത്യേകം പറയുന്നില്ല. പക്ഷേ അത് അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിഗ്രിക്ക് എത്ര മാർക്ക് വേണം എന്നുള്ളതനുസരിച്ച് MBA അഡ്മിഷൻ അത് ബാധകമായി മാറുന്നതാണ്. മറ്റ് ജനറലി നോക്കുകയാണെങ്കിൽ സിലബസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൽ സാധാരണ ഇത്രയും ബ്രീഫായിട്ടൊക്കെ പറയാറുള്ളൂ. പക്ഷെ നമ്മൾ സിലബസ് കവർ ചെയ്യേണ്ട ചില ഏരിയാസിനെ പറ്റിയൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് KMATൻ്റെ സിലബസ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയാസ് നോക്കണമെങ്കിൽ
പ്രീവിയസിൽ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സാധാരണ 4 സെക്ഷൻസ് ആയിട്ടാണ് കെമാറ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് ഇംഗ്ലീഷിൻ്റെ പാർട്ടാണ്, ഇംഗ്ലീഷ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മറ്റൊന്ന് ഡാറ്റാ സഫിഷ്യൻസി, ലോജിക്കൽ റീസണിങ്, മറ്റൊരു ജനറൽ നോളജ്. ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. മൊത്തം 720 ക്വസ്റ്റ്യൻസ് ആണ് 180 ക്വസ്റ്റ്യൻസ് ആണ് കെമാറ്റ് ഉണ്ടാറ്. ഒരു ക്വസ്റ്റിന് 4 മാർക്ക് എന്ന നിലയിൽ 720 മാർക്ക് ആണ് ടോട്ടൽ കെമാറ്റ് എക്സാം വരുന്നത്. അപ്പോൾ 720-ൽ 10% മാർക്ക് വാങ്ങുക, 72 മാർക്ക് വാങ്ങുന്നതാണ് കെമാറ്റിൻ്റെ ഒരു ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഈ കെമാറ്റിൻ്റെ സ്കോറിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ശരിയായ ഒരു ആൻസർ വരുവാണെങ്കിൽ +4 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. 4 മാർക്ക്. ഉത്തരം തെറ്റിപ്പെടണമെങ്കിൽ -1. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ സ്കോറിംഗ് എടുക്കുന്നത്. അപ്പോൾ സാമ്പിൾ എക്സാമ്പിളോട് കൊടുത്ത് സാമ്പിളായിട്ടൊരു ഒരാൾ 100 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, അതിൽ 70 ശരിയാക്കി, 20 തെറ്റി, അങ്ങനെയാണെങ്കിൽ ഇത്ര സ്കോർ കിട്ടുമെന്നാണ് അവിടെ സാമ്പിൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സാധാരണ സ്കോറിംഗ് രീതി വരുന്നത്. അപ്പോൾ നെഗറ്റീവ് മാർക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. സാധാരണ എല്ലാ ജില്ലകളിലും തന്നെ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും കെമാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. കേരളത്തിന് പുറത്ത് സെൻറ്റേഴ്സ് സാധാരണ അനുവദിക്കാറില്ല. ഇപ്പം ഏത് ജില്ലയിലാണ് എന്നുള്ളത് നമ്മൾ സാധാരണ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലും തന്നെ, കേരളത്തിലെ 14 ജില്ലകളിൽ തന്നെ കെമാറ്റ് എക്സാം സാധാരണഗതിയിൽ കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. ക്വാളിഫയിങ് മാർക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ 72 മാർക്കാണ് ഒരു ക്വാളിഫയിങ് മാർക്കായിട്ട് പറയുന്നത്. അപ്പോൾ ജനറലി 10% മാർക്കാണ് ഏത് എൻട്രൻസ് എക്സാം ആണെങ്കിലും കേരളത്തിൽ പറയുന്നത്. അപ്പോൾ കാറ്റ് എഴുതിയാലും സിമാറ്റ് എഴുതിയാലും 10% മാർക്ക് എന്നുള്ളതാണ് നിലവിലുള്ള കഴിഞ്ഞ വർഷം വരെ പറഞ്ഞേക്കുന്ന ക്രൈറ്റീരിയ. വിശദമായ ഗൈഡ് ലൈൻ ഈ വർഷം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അങ്ങനെ ഗൈഡ് ലൈൻ പ്രത്യേകം വരുന്നതായിരിക്കും. അപ്പോൾ SC/ST സ്റ്റുഡൻസിനാണെങ്കിൽ, SC/ST കാറ്റഗറിയുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ 7.5% മാർക്ക് ആണ് ക്വാളിഫയിങ് മാർക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഒരിക്കൽ കൂടി ഓർക്കുന്നത്, www.ce.kerala.gov.in. നമുക്ക് കെമാറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടില്ല. ജാനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ കെമാറ്റ് എക്സാം പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് കൂടുതൽ വിശദാംശങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട എക്സാം സിമാറ്റ് എക്സാംസ് ആണ്. കെമാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. കെമാറ്റിൻ്റെ പ്രിപ്പറേറ്ററി നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കും. ചാനലിൽ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ സാധിക്കും. സിമാറ്റ് എക്സാം എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ആണ്. NDA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NDA ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ എക്സാമിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, സിമാറ്റ് എക്സാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏതൊരു MBA സ്ഥാപനത്തിലും, ഇവൻ IIMസിൽ സിമാറ്റ് ആപ്ലിക്കബിൾ അല്ല. ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട നിരവധി മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ സിമാറ്റ് എക്സാം ആപ്ലിക്കബിൾ ആണ്. ഈവൻ NIT അടക്കമുള്ള സ്ഥാപനങ്ങൾ സിമാറ്റ് കൺവെൻഷൻ എടുക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT അടക്കമുള്ള സ്ഥാപനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ അഫിലിയേറ്റഡ് ക്യാമ്പസുകളിലും ഈ സിമാറ്റ് എക്സാം വാലിഡ് ആണ്. അപ്പോൾ സിമാറ്റിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ് exams.nda.ac.in ലോഗിൻ ചെയ്യുകയാണെങ്കിൽ സിമാറ്റിലേക്ക് എത്തും. സിമാറ്റ് എന്ന് ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിൽ പഴയ സിമാറ്റ് എക്സാമിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകത്തുള്ളൂ. ഒന്നെങ്കിൽ സിമാറ്റ് 2025 അല്ലെങ്കിൽ സിമാറ്റ് exams.nda.ac.in/simat എന്ന് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് സിമാറ്റ് രജിസ്ട്രേഷൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോയിലേക്ക് പോകാം, മറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. വളരെ ബ്രീഫായിട്ട് സിമാറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നു. സിമാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. 13-ാം തീയതി ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങളും കൂടെ ഉള്ളൂ എന്ന് ഓർക്കുക. 13-ാം തീയതി ക്ലോസ് ചെയ്യണം. 14-ാം തീയതി വരെയൊക്കെ ഫീസ് അടയ്ക്കുന്ന സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ 13-ാം തീയതി ക്ലോസ് ചെയ്യുക എന്നുള്ള ധാരണത്തിന് മുന്നോട്ട് പോകാം. അപ്പം ലാസ്റ്റ് ഡേറ്റ് 13th 13-ാം തീയതിയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് 20-ാം തീയതിയാണ് പറയുന്നത്. എഗെയിൻ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പ്രധാനപ്പെട്ട ഡേറ്റ് ശ്രദ്ധിക്കേണ്ടത് ജാനുവരി 25-നാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ജാനുവരി 25-നാണ് സിമാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സിമാറ്റ് എക്സാം 3 മണിക്കൂറായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സിമാറ്റിൻ്റെ എക്സാം പാറ്റേൺ മറ്റ് വിശദമായ വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. സിമാറ്റിന് ജനറലി 4 കാറ്റഗറി ആയിട്ടാണ് സാധാരണ ഉണ്ടാറ്. ഒന്ന് ഇംഗ്ലീഷാണ്, മറ്റൊരു ലോജിക്കൽ റീസണിങ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ്, മറ്റൊന്ന് ക്വാണ്ടാണ്. എഗെയിൻ 5 സെക്ഷനായിട്ടാണ് സിമാറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അത് 4ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ നോളജാണ്. ഇനി 5ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഇന്നോവേഷൻ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ. അങ്ങനെ 5 സെക്ഷനായിട്ടാണ് സിമാറ്റ് എക്സാം ഇപ്പം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 5 സെക്ഷനിൽ ഏകദേശം ഒരു ഈക്വൽ പ്രൊപ്പോർഷൻ വരുന്ന രീതിയിലാണ് ഈ പറയുന്ന 100 ക്വസ്റ്റ്യനാണ് സിമാറ്റ് എക്സാമിന്. കെമാറ്റ് എക്സാമിന് 180 ക്വസ്റ്റ്യൻ ആണെങ്കിൽ സിമാറ്റിന് 100 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിമാറ്റിന് സ്വാഭാവികമായിട്ട് 100 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കെമാറ്റിനൊക്കെ കുറച്ച് ടഫായിരിക്കും, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം എഗെയിൻ സിമാറ്റിനും നെഗറ്റീവ് മാർക്കും സ്കോറിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് വിശദമായ മറ്റൊരു വീഡിയോ നോക്കാം. സിമാറ്റുണ്ട് മറ്റൊരു എക്സാം. അപ്പോൾ സിമാറ്റിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് സിമാറ്റ് എക്സാമിന് വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. വൺസ് അഗെയിൻ വെബ്സൈറ്റോട് സൂചിപ്പിച്ചിട്ടുണ്ട് exams.nda.ac.in.
and /CMAT. അപ്പോൾ CMAT ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക. CMAT എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈസ് 13th December. ഇപ്പോൾ ഏതാനും ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. 13th December ഈ ഫ്രൈഡേ ആണ് CMAT എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. Now one more എക്സാമിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നു. അത് MAT അല്ലെങ്കിൽ മാറ്റ് എക്സാം ആണ്, മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പക്ഷേ ഇതിൽ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കേരളത്തിലെ MBA കോളേജുകളിൽ മാറ്റ് ഉപയോഗിച്ച് നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കത്തില്ല. പക്ഷേ കേരളത്തിലെ ചില ക്യാമ്പസുകൾ PGDM പ്രോഗ്രാം ഉണ്ട്. എന്താണ് MBA, എന്താണ് PGDM എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം മാനേജ്മെൻറ്റ് PGDM പ്രോഗ്രാംസ് കൊടുക്കുന്ന ചില സ്ഥാപനമുണ്ട്. ഈ കേരളത്തിന് പുറത്തുള്ള ക്യാമ്പസുകൾ, കേരളത്തിന് പുറത്ത് പക്ഷേ മാറ്റ് എക്സാം വാലിഡ് ആണ്. അപ്പോൾ മാറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ mat.ema.ni.in നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ മാറ്റിന് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് മാറ്റിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ്, അപ്പോൾ ഒരുപാട് പല സെക്ഷനായിട്ട് പല ഡിഫറെൻറ്റ് എക്സാംസ് പല സമയത്തായിട്ട് പല സ്ലോട്ടിൽ മാറ്റ് എക്സാം നടക്കുന്നുണ്ട്. വർഷത്തിൽ 3-4 തവണ മാറ്റ് എക്സാം നടത്തപ്പെടുന്നു. അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2 അതിൻ്റെ ടെസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡേറ്റ് December 22 ഇതിനൊരു ടെസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം December 7 എന്നുള്ളത് പേപ്പർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു പോയി. Again CBT ടെസ്റ്റ് ഡേറ്റ് December 7 ഒരു എക്സാം കൺക്ലൂഡ് ആയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സാം എന്ന് പറഞ്ഞാൽ ഈ December 22 അപ്പോൾ അതിന് December 15 അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും മാറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വിശദാംശം നോട്ട് ചെയ്യുക. മാറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മാറ്റ് എഴുതി കേരളത്തിലെ MBA കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ കേരളത്തിലെ PGDM ക്യാമ്പസുകളിലോ കേരളത്തിന് പുറത്തുള്ള MBA സ്ഥാപനങ്ങളിലോ മാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്യാമ്പസുകൾ, അപ്പോൾ മാറ്റിൻ്റെ വെബ്സൈറ്റിൽ മാറ്റിൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾ ഈ ഒരു എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ല ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്ക് ഈ സ്കോർ വാലിഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പൊതുവേ കേരളത്തിന് പുറത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ മാറ്റ് സാധാരണ കൺസിഡർ ചെയ്യാറുള്ള എന്ത് തന്നെയായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് KMAT എൻട്രൻസ് കർണാടകയുടെ KMAT എക്സാമിനേഷൻ ഉണ്ട്. KMAT ഇന്ത്യ അല്ലെങ്കിൽ കർണാടക KMAT എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റ് നിരവധി നാഷണൽ ലെവൽ എക്സാംസും ഈ ഒരു സമയങ്ങളിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് പൊതുവെയുള്ള എൻട്രൻസ് എക്സാം. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ കേരളത്തിലെ എൻട്രൻസ് അഡ്മിഷൻ MBA അഡ്മിഷൻ ആയതുകൊണ്ട് 3 എക്സാംസ് CAT, CMAT, KMAT. അതിൽ CAT എക്സാം കഴിഞ്ഞു വരിക്കുന്നു. CMAT ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. CMAT ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഇനി KMAT-ന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ KMAT-ൻ്റെ പിന്നെ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. KMAT-ൻ്റെ എക്സാംസ് January, February മാസത്തിലാണ്. KMAT-ആയിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രിപ്പറേറ്ററി വീഡിയോസുകൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. കൂടുതൽ വീഡിയോസ് നമ്മൾ ഉടനെ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് പേപ്പറിൻ്റെ ബേസ് ചെയ്ത കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ക്വറീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും നമുക്ക് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം. നമ്മൾ പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ.